അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂദാവൂദ് സബഖ് 10. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുൻ ഫിൽ ഇലാഖി. ഇലാഖിനെ വിവരിക്കുന്നുള്ള ബാബാണ്. ഇലാഖ്, ഉലാഖ്, അലാഖ് 3 രൂപത്തിൽ വായിക്കാം. ഇലാഖ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ചെറിയ കുട്ടികളുടെ തൊണ്ടയിൽ നീര് കെട്ടുക. ആ നീര് പോകാൻ വേണ്ടി അവരുടെ വിശ്വാസപ്രകാരം സ്വന്തം കൈയെടുത്ത് ഈ കുട്ടിയുടെ തൊണ്ടയിൽ പ്രസ് ചെയ്യുന്നത് നല്ലവണ്ണം അമർത്തും. ഈ പരിപാടിക്കാണ് ഇലാഖ് എന്ന് പറയാം. ഇതിനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. ഇതിനെ ഒരുക്കുന്നുള്ള ബാബാണ്. ഖാല അബൂ ദാവൂദ റഹിമഹുല്ലാഹ് ഹദ്ദസനാ മുസദ്ദദുൻ വഹാമിദ് ഇബ്നു യഹ്യ ഖാല ഹദ്ദസനാ സുഫിയാനു അൻ സുഹരി അൻ ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹ് അൻ ഉമ്മി ഖൈസ് ബിൻതി മിഹ്സൻ. ബഹുമാനപ്പെട്ട ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ എന്നവർ പറയാണ്, അന്നഹ ഖാലത്ത് ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഞാൻ പ്രവേശിച്ചു. ബൈബിനെല്ലി, എൻ്റെ മകനെയും കൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഞാൻ പ്രവേശിച്ചു. ഖദ് അഅലഖ്തു അലൈഹി, തീർച്ചയായും ഞാൻ കുട്ടിയുടെ മേൽ ഞാൻ ഈലാക്ക് നടത്തിയിട്ടുണ്ട്. കുട്ടിയുടെ തൊണ്ടയിൽ ഞാൻ അങ്ങനെ കൈ പ്രസ് ചെയ്ത് കാണും മുത്തനബിയുടെ ഹളറത്തിലേക്ക് വരിക. എന്തിനാ? മിനൽ ഉദ്റത്തി, ഈ കുട്ടിക്ക് നീർകെട്ടിൻ്റെ ഒരു അസുഖം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ പ്രസ് ചെയ്ത് മുത്തനബിയുടെ ഹളറത്തിലേക്ക് വരിക. അപ്പോൾ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, മാ തദഅർന ഔലാദക്കുന്ന, എന്താ നിങ്ങളുടെ മക്കളെ നിങ്ങളിങ്ങനെ ഈ പരിപാടി ചെയ്ത് ഇടങ്ങേറാക്കണം. ബിഹാദിൽ ഇലാഖി, ഈ പ്രസ്സയിൽ കൊണ്ട് ഈ അമർത്തയിൽ കൊണ്ട് ഈ കുട്ടിയെ എന്താ നിങ്ങൾ ഇടങ്ങേറാക്കുന്നത്. അലൈക്കുന്ന യസ്മഫീലാണ്, ഇൽസംനൻ്റെ മലക്കാണ്. അലൈക്കുന്ന, നിങ്ങൾ ലാസിമാക്കുക, നിങ്ങൾ വിഷയമാക്കുക. ബിഹാദിൽ ഊദിൽ അൻദി, ബിഹാദൽ ഊദിൽ അൻദി, ഊദിൽ അൻദിയെ നിങ്ങൾ വിഷയമാക്കണമേ. ഊദിൽ എന്തിനെ പറഞ്ഞാൽ കൊട്ടം ചുക്കായി തൈലം കേട്ടിട്ടില്ലേ? നമ്മുടെ വിദേശാലൊക്കെ കാണാമല്ലോ, ഒരു മരുന്നാണല്ലോ കൊട്ടം. ആ കൊട്ടത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? വിഷയമാക്കുക. ഊദിൽ എന്തിനെ നിങ്ങൾ വിഷയമാക്കുക. ഫൈന ഫീഹി, തീർച്ചയായും ഊദിൽ എന്തിയിലുണ്ട് സബഅത്ത് അശ്ഫിയത്തിൻ, 7 രോഗങ്ങൾക്ക് ഷിഫയുണ്ട്. മിൻഹ, ആ 7ൽപ്പെട്ടതാണ് ദാത്തുൽ ജംബ് എന്ന് പറഞ്ഞാൽ അഥവാ പാർശ്വവേദന, അതിന് ഷിഫയിലുണ്ട്, ഊദിൽ എന്തിയിലുണ്ട്. യുസ്അത്തു മിനൽ ഉദ്റത്തി, യുസ്അത്തു മൂക്കിൽ ഉറ്റിച്ചു കൊടുക്കപ്പെടണം. മിനൽ ഉദ്റത്തി, നീരുകെട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നീരുകെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൂക്കിലാണ് ഉറ്റിച്ചു കൊടുക്കപ്പെടേണ്ടത്, അതല്ലാതെ തൊണ്ടയിൽ പ്രസ് ചെയ്യലല്ല. യുലദ്ദു മിനൽ ദാത്തുൽ ജംബി, പാർശ്വവേദന ഉണ്ടെങ്കിലോ വായിൽ ഉറ്റിച്ചു കൊടുക്കപ്പെടണം. ഖാല അബൂ ദാവൂദ, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, യഅനി ബിൽ ഊദി, ഇവിടെ ഊദ് കൊണ്ട് ഉദ്ദേശം അൽ ഖുസ്തു, കൊട്ടം എന്നാണ്. എന്ത്? കൊട്ടം. അടുത്ത് വെക്കുക. ബാബുൻ ഫിൽ കുഹ്ലി, സുർമയിൽ വിവരിക്കുന്നുള്ള ബാബാണ്. സുർമ ഇടാൻ പറ്റൂല, നമുക്ക് ചർച്ച ചെയ്യാം. ഖാല അബൂ ദാവൂദ റഹിമഹുല്ലാഹ് ഹദ്ദസന അഹ്മദ് ഇബ്നു യൂനുസ ഖാല ഹദ്ദസന സുഹൈർ ഖാല ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ ഇബ്നു ഖസിയമ നോയിക്കണം. അൻ സഈദ് ബിൻ ജുബൈരിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഇൽബസൂ മിൻ സിയാബിക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ധരിക്കുക അൽ ബയാള, വെള്ള വസ്ത്രത്തെ ധരിക്കുക. ഫൈനഹ, തീർച്ചയായും ബയാദ്, വെള്ള വസ്ത്രം, പിന്നെ ഖൈരി സിയാബിക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഖൈറിൽപ്പെട്ടതാണ്. വകഫീനൂ ഫിഹ, ആ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കഫൻ ചെയ്യുക. മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെന്ത് ചെയ്യുക? വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യുക. പിന്നെ ഖൈറ അക്ഹാലിക്കും, തീർച്ചയായും നിങ്ങളുടെ സ്വർമകളിൽ വെച്ച് ഖൈറ്, നല്ലത്. സ്വർമകളിൽ വെച്ച് നല്ലത് ഏതാ? അൽ ഇസ്മിത്, അഞ്ഞനക്കല്ലൊക്കെ പൊടിച്ച് മറ്റേ ചേർത്ത് കണ്ണിൻ്റെ പീരിമൊക്കെ തേക്കുന്നതിനേക്കാണ് എന്ത് പറയുക? ആ രൂപത്തിനെ പറയുക ഇസ്മിത്, അഞ്ഞനക്കല്ല്. അതോ യജുരൽ ബസ്വറ, അത് ദൃഷ്ടിയെ എന്ത് ചെയ്യും? അത് തെളിയിക്കും. വയുംബിത്തു ഷഅറ, അത് മുടിയെ മുളപ്പിക്കും. മുടിയെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിൽ മുടി മുളക്കാന്ന് അല്ല, ഈ മെയിൽ മുടി ഉണ്ടാവും അല്ലേ? അതുപോലെ പീരിക്ക് മഹാജിബ്, ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ്. എന്താണ്? കണ്ണിന് പ്രൊട്ടക്ഷനാണ്. അതിനൊക്കെ എന്ത് ചെയ്യും? മുളപ്പിക്കും. ഇൻഷാ അല്ലാഹ് കേട്ട ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.